ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കിച്ചടി. അതിനു വേണ്ടി ആവശ്യമുള്ളത് ഒരു 10-15 വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. ഇനി പാൻ ചൂടായ ശേഷം അതിലേക്ക് 3 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. എണ്ണ ചൂടായ ശേഷം നമ്മൾ ഇനി അതിലേക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്യണം. അത് കുറച്ച് മൂപ്പിച്ചെടുക്കണം, ഒരു ബ്രൗണിഷ് കളർ. രണ്ട് പച്ചമുളക് രണ്ടായിട്ട് പൊളന്നിടണം. വെണ്ടയ്ക്കയും പച്ചമുളകും മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളിനി കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിനി കാണാം വെണ്ടയ്ക്കയും പച്ചമുളകും കറി ലീഫ് ബ്രൗണിഷ് കളറായി മാറിയിട്ടുണ്ട്. സോ നമ്മൾ അതിൽ ഇനി മാറ്റി വെച്ചിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. ഒരു കപ്പ് തേങ്ങ, 4 സ്പൂണ് തൈര്, 2 പച്ചമുളക് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചു വെച്ചിരിക്കുന്ന മസാലയിലേക്ക് 1/2 സ്പൂണ് കടുക് ഇട്ടിട്ട് ചെറുതായിട്ട് ചതച്ചെടുക്കണം. അരച്ചു വച്ചിരിക്കുന്ന മസാല വറുത്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ചേർക്കണം. നമ്മളിനി കടുക് വറുക്കാൻ പോകുന്നു. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് ഇടണം. രണ്ട് വറ്റൽ മുളക് ഉടച്ചിടണം. ഇനി 10-15 കറി ലീവ്സ്. ഇനി ആ കടുക് വറുത്തത് നമ്മൾ വെണ്ടയ്ക്ക മിക്സിലേക്ക് ആഡ് ചെയ്യും. ഇനി ആ കംപ്ലീറ്റ് മിക്സ്ചർ വെണ്ടയ്ക്ക കേർഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തതിനകത്തേക്ക് 1 സ്പൂണ് ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചിടണം. Now Vendakka Kichadi is ready to serve.